അല്ല കൊറേ ഊറ്റി കൊറേ തിന്നിട്ട് ആ തള്ളനെയും ചവിട്ടി നാണുണ്ട നിങ്ങക്ക് ഷിബയും ഉമ്മയും കൊറേ ഊറ്റിയല്ലോ കഥയൊക്കെ നമുക്കറിയാം കണക്കൊന്നും നമുക്കറിയാം നമ്മൾ ഊറ്റിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഈ ഈ പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അതൊക്കെ ഒന്ന് പറയും ഭ്രാന്ത് പിടിക്കും നിങ്ങൾ രണ്ടാളും എനിക്ക് വേണം. ഞാൻ നിന്റെ അടുത്ത് പെരുമ്പാവൂർക്ക് വീട് മാറുന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയാണ്. ആയിക്കോട്ടെ, നീ സ്റ്റാറ്റസ് പറ, നിന്റെ സാമാനം അടിച്ചാൽ പൊളിക്കും. ഞാൻ പറഞ്ഞാണ് ജസ്റ്റ് ടോക്കും മാത്രമല്ല ശ്രദ്ധിക്കുന്നു പറഞ്ഞാണ്. നീ ലവ് ചെയ്യുന്ന അതിൽ ഇടണ്ടാന്നാണ് അധികം. അത് നിന്റെ വില പോകും. എനിക്ക് ലവ് ഉണ്ടെങ്കിൽ നിന്റെ വായിലും തരുന്നുണ്ട്, കുടിച്ചോ. പൊന്നെ ഇവിടെ ഷിയാസ് കരീമിന്റെ ഭാര്യ ഷിയാസ് കരീമിനെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ രംഗത്ത് വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരൊന്ന് പ്രസവം കഴിഞ്ഞ് കിടക്കാന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. എന്തെങ്കിലും ആവട്ടെ, ഒന്നേ പറയുന്നുള്ളൂ, ഇവൻ ഈ ഒരു ബന്ധം തുടങ്ങുന്നത് കല്യാണത്തിന് മുൻപാണ് എന്ന് വ്യക്തമായിട്ട് അയാളുടെ കൂട്ടുകാരൻ തന്നെ, കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചു, അയാളുടെ കൂട്ടുകാരൻ തന്നെ ഒരു ഇൻഫ്ലുവൻസർ ആണ്. അവൻ എന്റെ ഫ്രണ്ടാണ്, അവൻ എന്റെ ഏറ്റവും അടുത്ത അനിയൻ കൂടിയാണ്. ഒരു സുഹൃത്തിനെ അപകടങ്ങളിൽ, അവന്റെ വിഷമഘട്ടങ്ങളിൽ അവന്റെ കൈകൾ പിടിക്കുന്നതിന് പകരം അവനെ ചവിട്ടിത്താഴ്ത്താൻ ഞാനെന്ന വ്യക്തിക്കോ എന്റെ മനുഷ്യത്വത്തിനോ സാധിക്കില്ല. ഷിയാസിന്റെ കല്യാണത്തിന് മുമ്പേ നടന്നൊരു വിഷയമാണിത്. കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഇപ്പൊ 2 വർഷമായി. 2 വർഷങ്ങൾക്ക് മുമ്പേ നടന്നൊരു സംഭവം ഇപ്പോൾ കുത്തിപ്പൊക്കാൻ കാരണം ആരാണ്? പുറത്തു കൊണ്ടുവന്നതാണ്, പറഞ്ഞതാണ്. അതൊക്കെ വിവാഹത്തിന് മുൻപുണ്ടായ കാര്യങ്ങളാണ് എന്നുള്ളത്. പിന്നെ സാമ്പത്തികമായിട്ട് ഇവർ അങ്ങോട്ടാണ് പണം വാങ്ങിയതെന്നും ഷിയാസ് കരീം ഇങ്ങോട്ടൊന്നും വാങ്ങിയില്ല എന്ന രീതിയിലൊക്കെയാണ് വെള്ള പൂശാൻ ബൈജു ചേട്ടായി ഒക്കെ രംഗത്ത് വന്നത് എന്നുള്ളതാണ്. പക്ഷെ ശബ്ദ സന്ദേശങ്ങൾ കേൾക്കുന്ന ഏതൊരു വ്യക്തി വ്യക്തമായിട്ട് മനസ്സിലാവും ഷിയാസ് കരീം എത്രക്ക് വൃത്തികെട്ട ഒരു പരിപാടിയാണ് കാണിച്ചത് എന്നുള്ളത്. 60 വയസ്സ് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് 43-44 വയസ്സായിട്ടുള്ളൂ എന്നുള്ളത് കൃത്യമായി തെളിവ് സഹിതം ആളുകൾ പുറത്തു കൊണ്ടുവന്നു. ഷിയാസ് കരീമിനെ ഇനിയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കുക. തെളിവുകൾ ഇഷ്ടം പോലെ വന്നു കഴിഞ്ഞു. ഇനി ആ ഒരു സ്ത്രീയുടെ ശബ്ദ സന്ദേശമാണ് എല്ലാവർക്കും കേൾക്കേണ്ടത് എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീ ഇല്ലാതെ പുക ഉണ്ടാവില്ലല്ലോ എന്നുള്ളത്. തീ ആദ്യം ഉണ്ടാക്കിയത് ആരാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഒരു പക്ഷെ ഇവൻ അങ്ങോട്ട് വളച്ചതാണ് എന്ന് നമുക്ക് പറയാനൊന്നും കഴിയില്ല, അല്ലേ? അപ്പോ അങ്ങോട്ട് ചെന്നതോ ഇങ്ങോട്ട് ചെന്നതോ നിൽക്കട്ടെ, ഉമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയോട് ഞാൻ അങ്ങനെ പെരുമാറില്ല എന്നാണ് ആള് പറഞ്ഞത്. പിന്നെ നമ്മൾ കേൾക്കുന്നത് ഞെട്ടിക്കുന്ന കുൽസിത ചാറ്റുകളാണ് എന്നുള്ളതാണ്. സ്ത്രീയുടെ ശബ്ദം കേൾക്കാതെ തന്നെ വ്യക്തമായിട്ട് നമുക്ക് ആ ഒരു പോയിന്റ് വെച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. ഉമ്മയുടെ പ്രായമുള്ള സ്ത്രീ, പിന്നെ വിവാഹം കഴിച്ചു, എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, എനിക്കൊരു ഭാര്യയുണ്ട്, പിന്നെ ഞാൻ എന്തിനു നടക്കണം എന്ന് പറഞ്ഞ അതേ വ്യക്തിയുടെ അതേ ഓൺ വോയിസിൽ നമ്മൾ മറ്റുള്ള ശബ്ദങ്ങൾ കേട്ടു. പിന്നെ ആള് മുങ്ങിയിരിക്കുകയാണ്, ഇപ്പൊ ആള് ഒളിവിലാണ് എന്നുള്ളതാണ്. ഇവിടെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്തു എന്നൊരു കാര്യത്തിന് മാത്രമാണോ കേസ് കൊടുത്തത്, അല്ലെങ്കിൽ പീഡനം ആരോപണം കൂടി കേസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തതയില്ല. അങ്ങനെ പീഡനം കൂടി കേസ് കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിലവിലൊരു നിയമം ഇവിടെ ഉണ്ട്. കുറച്ച് കാലങ്ങൾ ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് നിന്ന് പിന്നീട് അതൊരു പീഡനമായിട്ട് തോന്നി എന്ന് പറഞ്ഞാൽ അതൊന്നും കോടതി ഏറ്റെടുക്കില്ല. അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഷിയാസ് കരീം മാറി നിൽക്കുന്നത് ജാമ്യം എടുക്കാൻ വേണ്ടി തന്നെയാകാം. ജാമ്യം കിട്ടാനുള്ള സാധ്യത 90% ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു നിയമം ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണെന്നുള്ളതാണ്. ആദ്യം പീഡിപ്പിച്ച സമയത്ത് അത് പീഡനമായിട്ട് തോന്നിയില്ലേ, പിന്നീട് ഒരുപാട് ഉപയോഗിച്ചതിന് ശേഷം പീഡനമായിട്ടാണോ നിങ്ങൾക്ക് തോന്നിയത് എന്നുള്ള ആ ഒരു ചോദ്യം അവിടെ കോടതി ചോദിക്കാനുള്ള സാധ്യതകളേറെയാണ്. ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ജാമ്യം കിട്ടി പുറത്തു വന്നത് നമ്മൾ കണ്ടതാണ്. ഇനി ഒരു കുൽസിത ചാറ്റ് തന്നെയാണ്, എനിക്ക് നീയും വേണം, എന്റെ ഭാര്യയും വേണം, നീ എന്റെ അടുത്ത് തന്നെ താമസിക്കണം, നീ മാറിയൊന്നും നിൽക്കരുത്, ഉമ്മയുടെ പ്രായമായ സ്ത്രീയോട് പറയുന്ന ഡയലോഗാണ്. പിന്നെ മറ്റൊന്ന്, സ്നേഹം ഞാൻ വായിൽ അടിച്ചു തരുന്നില്ലേ, നീ കുടിച്ചോ എന്ന് പറയുന്ന വൃത്തികേടുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഷിയാസ് കരീമിനെ ആ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനോവികാരം, നിങ്ങളുടെ മനസ്ഥിതി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നതും ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതും നല്ലതായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ സ്ത്രീ കുറ്റക്കാരിയാണോ അല്ലയോ എന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ. ഷിയാസ് കരീം ചെയ്ത് തെറ്റാണോ അല്ലെങ്കിൽ തെറ്റല്ലേ എന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ ശബ്ദ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നത് കൊണ്ട് നമ്മുടെ പരിപാടി ഇത്തരം വീഡിയോസ് റിയാക്ട് ചെയ്യുക എന്നുള്ളതായതുകൊണ്ട് തന്നെ നമുക്കെടുത്ത് റിയാക്ട് ചെയ്യാം. ഈ ശബ്ദ സന്ദേശം നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കൂ, എന്നിട്ട് ഷിയാസ് കരീമിനെ നിങ്ങൾ പുണ്യാളനാക്കൂ. എനിക്കൊരു കല്യാണത്തിന് ഒരു ഓടി ഉപയോഗിക്കണം, റെഡ് വണ്ടി. 5 ലക്ഷം രൂപ ലീസിന് വണ്ടി കിട്ടും. അതെടുത്താലും ഇങ്ങനെ ആലോചിക്കേണ്ടത്. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. നൈറ്റ് 23-ാം 24 ഞാൻ അവിടെ എത്തൂല ഇൻഷാല്ലാ. വിളിക്കാം നമുക്ക്. മലപ്പുറം അത് ഞാനേ മലപ്പുറം വിളിക്കാത്തതൊന്നല്ല കേട്ടോ. എൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ട്. ഞാൻ ഫുൾ ടൈം വീട്ടിൽ നോമ്പായിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല. പിന്നെ അവിടെ പോയാലും എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, നോമ്പായിട്ട് വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ടാണ് വിളിക്കാത്തത്. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വീട്ടിൽ തന്നെ ഇരിപ്പാണ്, പരിപാടികളൊക്കെ കുറവാണ്, അതുകൊണ്ടാണ് വിളിക്കാത്തത്. ഓക്കെ, നോമ്പ് പറയുമ്പോൾ സംസാരിക്കാം. ഞാൻ വിളിച്ചായിരുന്നു, എടുത്തില്ല. അതുകൊണ്ട് മെസ്സേജാ. ഉമ്മ എൻ്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞു, അല്ല പറഞ്ഞു. അപ്പോൾ ഞാൻ
അയ്യോ അങ്ങനെയൊന്നും വിചാരിക്കില്ല. നമ്മൾ പിന്നെ കല്യാണം കഴിച്ചിട്ട് മാറിയിട്ടൊന്നുമല്ല. ഞാൻ നിന്റെ അടുത്തല്ല, ഇത് നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട ജീവിതം, അല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകില്ല. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞങ്ങൾ തിരക്കാണ്. ഞാൻ ജിമ്മിന്റെ പണിയെടുക്കുന്നിടത്ത് ഓടി പണിയെടുക്കാണ്, കുട്ടി അങ്ങോട്ട് ഇങ്ങോട്ട് കോട്ടത്തിലാണ്. അതുകൊണ്ടാണ്. പിന്നെ എനിക്കറിയില്ല നീ ഉറങ്ങാണോ, നാട്ടിലല്ലോ, സൗദിയിലല്ലേ, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. പിന്നെ എനിക്ക് നീ മെസ്സേജ് അയക്കാറില്ല, പിന്നെ ഞാനങ്ങനെ എപ്പോഴും അയച്ചിട്ട് അയക്കാത്താണ്. നീ ഗർഫിലിട്ട് വിഷയം തീർക്കോളൂ, അല്ലെങ്കിൽ എനിക്ക് അത് കുഴപ്പമില്ല. തടിച്ച നാട്ടിലും പട്ടണി ശരിയായിക്കോളും. നീ ഗർഫിലിട്ട് വിഷയം തീർക്കോളൂ, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിങ്ങൾ രണ്ടാളും എനിക്ക് വേണം. ഞാൻ ജീവിക്കണേ നിങ്ങൾക്ക് വേണം. നിങ്ങൾ തന്നെ അവളടുത്ത് മെസ്സേജ് അവളെ നീ ഇത് ചെയ്ത് റിക്വസ്റ്റ് ഇട്ട് മെസ്സേജ് അയച്ച് പറയട്ടെ കാര്യങ്ങൾ ജസ്റ്റ് സംസാരിച്ച് പ്ലീസ്. ഈ ജിമ്മോടെ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാ, എല്ലാരും കൂടെ സന്തോഷത്തോടെ. എല്ലാരും വേണം എനിക്ക്, ഗർഫ് മാത്രമല്ല, നിങ്ങൾ എല്ലാരും വേണം. ഞാൻ നിന്റെ അടുത്ത് പെരുമ്പാവൂർക്ക് വീട് മാറുന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയാണ്. നിനക്ക് എന്ത് പ്രശ്നം ഞാൻ ഇവിടെ വന്ന് ഇടപെടാൻ വേണ്ടിയാണ്. എനിക്ക് എപ്പോഴും കോഴിക്കോട് ഓടി എത്താൻ പറ്റില്ല. ഞായക്ക് ഇത് കേട്ടോ 7 അത്യാവശ്യമായിട്ട് വേണം. ഒരു 1-2 ദിവസം അതിനുള്ളിൽ റെഡിയാക്കണം. മതി. നോക്ക്, പെരുന്നാൾ കഴിഞ്ഞിട്ട് മതി. ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, പെരുന്നാൾ കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് സത്യം ടെൻഷൻ ഉണ്ട്. കാര്യം ദർഫ നിങ്ങളെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാതിരിക്കുമല്ലോ. കാര്യം ദർഫനേക്കാൾ മുമ്പ് ഞാൻ നിന്നെ പരിചയപ്പെട്ടതാണ്. അപ്പൊ പിന്നെ എനിക്ക് നീയാണ് ഇമ്പോർട്ടന്റ്. അത് ഒരു കാര്യം മനസ്സിലാക്കുക, മനസ്സിലായോ? അപ്പൊ അവളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവളോട് ചോദിക്കും. പള്ളിയിൽ പോയി ഫുഡ് കഴിച്ച് ഉദ്ഘാടനം റെഡി ആവണോ? ഞാനൊരു 7 മണി 7:30 ആകുമ്പോൾ വീട്ടിൽ വരും. എന്നിട്ട് ഞാൻ കണ്ണൂർ പോകും. അൽഹംദുലില്ലാ, ഞാൻ നോക്കിയാണ് പോയത്. ഞാൻ ബാലൻസ് അയച്ചില്ല, മറന്നാ. ഷഡ് ഇടാറില്ല എന്ന് പറഞ്ഞു. ഫ്രിഡ്ജ് ഞാന് ഓഫ് ചെയ്തില്ല കേട്ടോ, ഫ്രിഡ്ജ് ഓഫ് ചെയ്യാൻ വിട്ടുപോയേ. അൽഹംദുലില്ലാ, ഞാൻ നോക്കിയാണ് പോയത്. അപ്പൊ അവരെവിടെ നോക്കിയതിനെ IBC അങ്ങനെ വരും. അള്ളാ, അപ്പൊ എങ്ങനെയാ 25 എനിക്ക് ഒന്നും ആവില്ല കേട്ടാ. എന്റെ ഭാര്യയേക്കാൾ പ്രാധാന്യം നിന്നോടാണ്, നിന്നെയാണ് എനിക്കിഷ്ടം. നിന്നെ അങ്ങനെ ഒന്നും മാറ്റി ഞാൻ നിർത്തില്ല. അടുത്ത് തന്നെ വേണം നീ, എനിക്ക് എപ്പോഴും കാണാനാണ്. സ്നേഹം പിന്നെ വായിലേക്ക് വെച്ച് തരുന്നില്ലേ? ഇമാതിരി ഊളത്തരൊക്കെ പറയുന്ന ആളെ ഭാര്യ സപ്പോർട്ട് ചെയ്യുന്നതോ? ഭാര്യ ഇപ്പൊ ഇത് കേട്ടിട്ടുണ്ടാവുമായിരിക്കല്ലോ അല്ലെ? അപ്പൊ തന്നെ മനസ്സിലാവുമല്ലോ. അവളേക്കാൾ മുന്നേ നമ്മളല്ലേ പരിചയപ്പെടുന്നത്, നമ്മളല്ലേ ആ ഒരു ബന്ധത്തിലേക്ക് പോയത്. ഇതൊക്കെ എന്ത് എന്താ ഞാൻ പറയാ? ഇനിയും സപ്പോർട്ട് ചെയ്തിട്ടാണോ നിങ്ങൾ നിൽക്കുന്നേ? നിങ്ങളുടെ കാലിന്റെ അടി നോക്കിട്ടോ, മണ്ണ് ഒലിച്ചു പോകുന്നുണ്ടാവും. കാരണം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചതിക്കപ്പെടുന്നുണ്ടെന്നാണ് അതിനർത്ഥം. ഈ ഊളത്തരത്തിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ പോലുള്ള ആളുകളെ കൊണ്ട് കഴിയില്ല. ഞാൻ ഈ വിഷയത്തിൽ ആദ്യം ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, അതിൽ ഷിയാസ് കരീമിന്റെ എക്സ്പ്ലനേഷൻ കണ്ടപ്പോ ഇയാൾ അള്ളാഹുവിനൊക്കെ വിളിച്ചിട്ട് ഓരോന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പടച്ചിറബ്ബെ എന്നൊക്കെ വിളിക്കുമ്പോൾ ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടു. ഞാൻ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തു. പിന്നീട് എനിക്ക് മനസ്സിലായി ഇവൻ ഭൂലോക ഫ്രോഡാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് അത് തിരുത്തിയത്. തെറ്റുപറ്റിയ തിരുത്തുക എന്നുള്ള ഒരു കാര്യം അത് നമ്മൾ ചെയ്യുക തന്നെ വേണം. അല്ലെങ്കിൽ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ പടച്ച തമ്പുര അതൊക്കെ കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമ്മൾ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. എല്ലാം കാണാൻ പടച്ചവനുണ്ട്, ദൈവമുണ്ട് എന്ന വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ പല തെമ്മാടിത്തരവും കാണിക്കും. അങ്ങനെ ചില ആളുകളുണ്ട്. ഇവൻ ഈ വോയിസിൽ എത്ര തവണ ഇൻഷാ അല്ലാ, അല്ലാ മഷാ അല്ലാ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? അള്ളാഹുവിന്റെ പേര് ചേർത്ത് വെച്ചിട്ട് ഊളത്തരം കാണിക്കല്ലേ എന്റെ പൊന്നു ഷിയാസ് കരീമെ. ഇനി നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. അപ്പോ സുലാൻ സന്ദീപ് പാൾ സൈനിങ് ഓഫ്.